വർക്കല നഗരസഭ മുൻ ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ KR ബിജു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് തന്റെ മേൽവിലാസത്തിൽ വ്യാജ പരാതി അയച്ച് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതായി വർക്കല സ്വദേശിയായ സജയൻ പരാതിപ്പെടുന്നു. പരാതിയിലുള്ള കൈയക്ഷരങ്ങൾ KR ബിജുവിൻ്റേതാണെന്ന് പൂർണ്ണമായും തെളിഞ്ഞതായും വർക്കല സജയൻ ACV ന്യൂസിനോട് പറഞ്ഞു. വർക്കല നഗരസഭയിൽ ഇപ്പോഴത്തെ ഭരണസമിതി IHSDP ഫണ്ട് വകമാറ്റി ചെലവിട്ടുവെന്നും ദുരുപയോഗം ചെയ്തുവെന്നും കാട്ടി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കും LSTD പ്രിൻസിപ്പൽ ഡയറക്ടർക്കും പരാതി ലഭിച്ചിരുന്നു. വർക്കല സജയൻ എന്നയാളിന്റെ പരാതിയാണ് ഇവർക്ക് ലഭിച്ചത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാനായി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫീസിൽ നിന്നും 2 ഉദ്യോഗസ്ഥർ പരാതിക്കാരനായ സജയനെ തേടിയെത്തി. എന്നാൽ താൻ ഈ വിധത്തിലുള്ള ഒരു പരാതി നൽകിയിട്ടില്ലെന്നായി സജയൻ. തുടർന്ന് നടന്ന വിശദമായ അന്വേഷണത്തിൽ ഈ കത്ത് തയ്യാറാക്കിയത് വർക്കല നഗരസഭ മുൻ ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ KR ബിജുവാണെന്ന് കണ്ടെത്തിയതായി സജയൻ പറയുന്നു. തന്നെ അപകീർത്തിപ്പെടുത്താനാണ് തന്റെ മേൽവിലാസത്തിൽ KR ബിജു ഇത് ചെയ്തതെന്നും സജയൻ പറഞ്ഞു. അന്വേഷണത്തിൽ പരാതിയിലുള്ളത് KR ബിജുവിന്റെ കൈയക്ഷരമാണെന്ന് സംശയം കൂടാതെ തെളിഞ്ഞതായും സജയൻ പറയുന്നു. തന്റെ രാഷ്ട്രീയ ഭാവി തകടമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്നും സജയൻ കൂട്ടിച്ചേർത്തു. ഇത് KR ബിജുവിന്റെ കൈയക്ഷരം തന്നെയാണെന്ന് പല രീതിയിലുള്ള പരിശോധനയിൽ ബോധ്യപ്പെടുകയും പോലീസിനും അത് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ KR ബിജുവിന്റെ പേരിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഉപയോഗിച്ച് കേസെടുക്കുകയാണ് ചെയ്തത്. മുൻ നഗരസഭാ ചെയർമാൻ KR ബിജുവും അന്നത്തെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യദേവനും നടത്തിയ അഴിമതിക്കെതിരെ താൻ ഓംബുഡ്സ്മാനിൽ കേസ് ഫയൽ ചെയ്തതിന്റെ പ്രതികാരം തീർക്കുകയാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യമെന്നും സജയൻ പറയുന്നു. ഒരു മുനിസിപ്പൽ ചെയർമാനായിരുന്ന വ്യക്തി, അതായത് ഒരു നഗരസഭയുടെ പ്രഥമ പുരുഷനായിരുന്ന വ്യക്തി ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു അതിക്രൂരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നതിനും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരുപാട് മറുപടി പറയേണ്ടതായിട്ടും വന്നു. ഇവർക്കെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ് സജയൻ. ACV ന്യൂസ് വർക്കല.